കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കൽ, ഫിലിപ്പിയർ, കൊലോസ്യ എന്നീ ലേഖനങ്ങളിലൂടെ ക്രിസ്തുവിനെ എപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതായ പാഠത്തെ ആധാരമാക്കിയാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. 11ാമത്തെ പാഠമാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു എന്നുള്ളതായ പാഠം. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെയും സജീവമായി ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അതുപോലെ പാസ്റ്റർ സന്തോഷ് ഇന്നത്തെ ചർച്ചയിലേക്ക് പാസ്റ്ററെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക, അത് ഇന്നും എപ്പോഴും, അഥവാ ഈ വർത്തമാനകാലത്തും ഭാവി കാലത്തും കർത്താവിനോടുകൂടെ ജീവിക്കുക എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വിശ്വാസികളായ നമുക്ക് ഈ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. ഇന്ന് നാം പാപപങ്കുലമായ ജീവിതത്തിൽ ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന സമയത്ത് പാപമില്ലാത്തതായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നാം ഈ ആഴ്ചത്തെ പാഠത്തിൽ നാം ഈ വ്യത്യാസങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് കാണുവാൻ തക്കവണ്ണം പോവുകയാണ്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. പാസ്റ്റർ മഹേഷ്, നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ സ്വഭാവമുള്ളവർ, ചിന്താഗതിയുള്ളവർ, കാഴ്ചപ്പാടുള്ളവർ ഒക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. സ്വർഗീയ മനസ്സുള്ളവരാകാൻ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്നാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ ഉയരത്തിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തെ നമ്മൾ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗീയമായത് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. അത് എപ്രകാരമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അടക്കവും ഉയർപ്പിനെയും പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിന്നെ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അങ്ങനെ നമ്മൾ ഉയർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഭൂമിയിലേക്കല്ല നോക്കേണ്ടത്, ഭൂമിയിലുള്ളതല്ല നോക്കേണ്ടത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പൗരത്വമായിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ളത്, ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്ക് നോക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നത് പോലെ ആ ക്രിസ്തു തന്നെ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കുവാൻ വരം നൽകും എന്ന്. അപ്പോൾ നമ്മൾ ജയിക്കുന്നവനായിക്കൊണ്ട് ആ ക്രിസ്തു നമുക്ക് നൽകുന്നതായിട്ടുള്ള ദൈവീക സിംഹാസനത്തെ തന്നെ നമ്മൾ നോക്കി പാർക്കുകയാണ് എങ്കിൽ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാൻ സാധിക്കാം. സന്തോഷ്, നമുക്ക് ദൈവത്തെ എങ്ങനെയാണ് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് വേദപുസ്തകം പറയുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവത്തെ മുഖാമുഖമായി ദർശിപ്പാൻ, ദൈവവുമായി സഹവസിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നിലൂടെ അല്ലാതെ എൻ്റെ പിതാവിൻ്റെ അടുക്ക് ആർക്കും എത്താൻ സാധിക്കില്ല എന്ന് വേദപുസ്തകം പറയുന്നതോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കുക. അപ്പോൾ നേരത്തെ ഒരു പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ആ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പ്രകാശമുള്ളവരായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും അധിവസിക്കുന്നവർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെയും ക്രിസ്തുവിനെ നമ്മളിലൂടെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം വഹിക്കുന്നവരായിരിക്കണം, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പിതാവിലൂടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് പിതാവിനെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിക്കണം. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ച് മുന്നേറുന്നവരായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിതാവിനെ കാണുവാൻ സാധിക്കും. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. പാസ്റ്റർ മഹേഷ്, നമുക്ക് ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി സ്വയത്തെ മരിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് സ്വയത്തെ മരിപ്പിക്കാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും സാധിക്കുന്നത്?
നമ്മൾ സ്വയത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ മാറ്റിക്കളയണം, അല്ലെങ്കിൽ നമ്മളിലായിരിക്കുന്ന ജഡീക സ്വഭാവങ്ങളെ നമ്മൾ കളയണം, അല്ലെങ്കിൽ ഉരിഞ്ഞു കളയണം. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ ഈ ലോകത്ത് ഉള്ളതായിട്ടുള്ള അഭിമാനങ്ങൾ എങ്ങനെയായിരുന്നു, പരീശനിൽ പരീശൻ, അവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇങ്ങനെ ലോകം ചാർത്തി കൊടുക്കുന്നതായിട്ടുള്ള അനേകം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പദവിക്കനുസൃതമായിട്ട് അല്ലെങ്കിൽ പേരിന് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും പൗലോസ് അപ്പോസ്തലൻ്റെ പാരമ്പര്യത്തിന് അധിഷ്ഠിതമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അതൊക്കെയും പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അതൊക്കെയും മാറ്റിക്കളയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ എല്ലാവരെക്കാളും അധികമുണ്ട്, എന്നാൽ അതൊക്കെയും ഞാൻ ക്രിസ്തുവിൽ ചപ്പും ചവറും എന്നെണ്ണുന്നു. അതുപോലെ തന്നെ നമ്മളിലുള്ളതായിട്ടുള്ള ജഡീക സ്വഭാവങ്ങളെ അതെന്തൊക്കെ തന്നെ ആയാലും നമ്മളത് മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ മരിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ ഉയർക്കുവാനും ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ളത് നമുക്ക് ആഗ്രഹിക്കുവാനും അല്ലെങ്കിൽ ചിന്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന നമ്മുടെയിലായിരിക്കുന്ന ജഡീക സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ ആത്മീകരായിരുന്നു കൊണ്ട് ആത്മാവിൻ്റെ വർധനവിനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുള്ളിൽ വസിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കി നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കേന്ദ്രവും നമ്മുടെ ആശയും പ്രത്യാശയും എല്ലാം ക്രിസ്തുവാണ് എങ്കിൽ നമുക്ക് നമ്മെ താഴ്ത്താനും ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കും. നമ്മുടെ ചിന്ത എപ്പോഴും ക്രിസ്തുവുമായി താരതമ്യം ചെയ്യാനും താതാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയുമായിരിക്കണം. നാം പലപ്പോഴും ചെയ്യുന്നത് എന്നേക്കാൾ അധമനായ ഒരു വ്യക്തിയെ വെച്ചാണ് താരതമ്യം ചെയ്യുന്നത്. എൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ വെച്ച് ഞാൻ തുലനം ചെയ്ത് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നതായ തരത്തിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവുമായി താതാത്മ്യം പ്രാപിച്ച് ക്രിസ്തുവിനോളം വളരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം നേരത്തെ ചിന്തിച്ചത്, നാം ഉയരത്തിലുള്ളത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും അത് ചിന്തിക്കുവാനും അങ്ങനെ താതാത്മ്യം പ്രാപിക്കുവാനും തക്കവണ്ണം കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് സ്വയത്തെ മരിപ്പിക്കുവാനും സ്വർഗീയമായതിനെ അഥവാ ഉയരങ്ങളിലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നമുക്ക് കഴിയും? നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. ഭൗമികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ആ ഭൗമികതയിൽ ഊന്നിയുള്ള ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അതിൽ സന്തോഷം, ക്രിസ്തുവിലൂടെയുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ അവൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ത്യജിക്കുമ്പോഴാണ് നമ്മൾ ആ പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തുന്നത്. ആ സ്വയത്തെ നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നത്. അത് ഞാനെന്ന് പറയുന്ന ഭാവം പലപ്പോഴും മനുഷ്യനെ തെറ്റായ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. അതായത് ദൈവത്തിൽ നിന്നും മാറി ഞാൻ എന്ന ഭാവം, അത് പിശാചിൻ്റെ ഭാവമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഭാവം മാറണമെങ്കിൽ, ആ സ്വയം എന്ന് പറയുന്ന ആ ഒരു രീതി മാറണമെങ്കിൽ അത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ സ്വയത്തിൽ നിന്നും മാറി നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായി മാറണം, അവനോടൊപ്പം ചേരണം. അവൻ്റെ മക്കളായിരുന്നു കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വയത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ മാറ്റുന്നത് അത് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് ചേരണമെന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, നാം സ്വയം മരിപ്പിക്കുക എന്നൊക്കെ വേദപുസ്തകം പറയുകയും നാം അതിനെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ ഭൂമിയിലുള്ളതായ നമ്മുടെ അവയവങ്ങളെ, ശരീരഭാഗങ്ങളെ നാം മരിപ്പിക്കണം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നാം അത് വെട്ടിക്കളയണമെന്നോ അത് ഉപയോഗശൂന്യമാക്കി തീർക്കണമെന്നോ, ഞാൻ ഇനി ഒരിക്കലും ആ അവയവം ഉപയോഗിക്കരുത് എന്ന് ആണോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഇവിടെ അപ്പോസ്തലനായ പൗലോസ്
ഭൂമിയിലെ അവയവങ്ങൾ എന്ന് പറയുന്നത് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഈ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ ഭൂമിയിലെ അവയവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവയവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മോടൊപ്പം കൊണ്ടു നടക്കുന്നതായിട്ടുള്ള മോശമായ ചില കാര്യങ്ങളാണ്. ഈ വിഗ്രഹാരാധനയും അശുദ്ധിയും അതിരാഗവും ദുർനടപ്പും ദുർമോഹവും അത്യാഗ്രഹവുമൊക്കെയും നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടു നടക്കുകയാണ് എങ്കിൽ അത് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റും എന്ന് കാണുവാൻ സാധിക്കും. ഇതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതേ സെയിം കാര്യം തന്നെ. ഭൂമിയിലെ അവയവങ്ങളാണ് ജഡത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്, ജഡീക കാര്യങ്ങളെ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇതിനെ നമ്മൾ മരിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ഇത് നമ്മളിൽ വാഴുവാൻ നമ്മൾ അതിന് അവസരം കൊടുക്കരുത്, അതിനെ ഉന്മൂലനാശം ചെയ്ത് കളയണം. കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, നമ്മുടെ കൈയാണ് നമുക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ ആ കൈയെ മാറ്റിക്കളയണം. ഒരു കൈ ഉള്ളവനായിട്ട് നീ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് നീ രണ്ട് കൈയും ഉണ്ടായിരുന്നിട്ട് മരിച്ചു പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലതെന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അതുപോലെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലനും പറയുന്നത്, നമ്മുടെ ഈ ജഡീക അവയവങ്ങളെ, ഭൂമിയിലെ അവയവങ്ങളെ നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ നമുക്ക് ക്രിസ്തുവുമായിട്ട് ചേരുവാനും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും സാധിക്കും. പാസ്റ്റർ സന്തോഷ്, പുതിയ മനുഷ്യൻ പഴയ മനുഷ്യൻ എന്ന പ്രയോഗം അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ് ഈ പഴയ മനുഷ്യനെ വെടിയുക, പുതിയ മനുഷ്യനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്? ഇനിയിപ്പോൾ പാസ്റ്റർ മഹേഷ് പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. അതായത് മനുഷ്യൻ്റെ ജഡീക സ്വഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ജഡീക സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെയും. അതായത് ഒരു കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയുന്നത്, അപ്പനമ്മമാരെ അനുസരിക്കുക, അതായത് ദൈവീക കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നവനെ പാപി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രവർത്തികളൊക്കെയും അവൻ വിട്ടുതിരിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമെന്ന് പറയുന്ന കൂദാശയിലൂടെ അവൻ ദൈവത്തോട് ചേരുമ്പോൾ അവൻ്റെ പഴയ മനുഷ്യനെ അവൻ ഉപേക്ഷിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ പുതിയതായി തീരുന്നു. അപ്പോൾ പുതിയതായി തീരുന്ന മനുഷ്യൻ ഈ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു എന്ന് വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് പുതിയൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ വീണ്ടും ചേറ്റിലേക്ക് തന്നെ അവൻ തിരിച്ചു പോകും. ആ ചേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും, അതായത് ഒരിക്കൽ അവൻ ചേറ്റിൽ വീണു, അവനെ കഴുകിയത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി അവനെ ശുദ്ധീകരിച്ച് അവനെ ഒരു തലത്തിലേക്ക് ദൈവമാക്കി. വീണ്ടും അവൻ്റെ നോട്ടം ചേറ്റിലേക്കാണെങ്കിൽ അവന് നിത്യജീവൻ എന്ന് പറയുന്നത് അന്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ വീണ്ടും എനിക്ക് പറ്റിയതെല്ലാം പറ്റിപ്പോയി, ഇനി ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഓരോ ദിവസവും പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ അവൻ ജീവിക്കാൻ തയ്യാറെടുക്കുന്നു എങ്കിൽ അവന് പുതിയ മനുഷ്യൻ നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ പഴയതിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപഭംഗുലമായ ജീവിതത്തെ ഉപേക്ഷിക്കുക, പുതിയത് അതായത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് മുന്നിൽ വെച്ച ആത്മീയ ഫലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഇതാണ് ഒരു പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റർ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു പുതിയ മനുഷ്യൻ്റെ 8 സവിശേഷതകളെക്കുറിച്ച് പറയുന്നു. ഈ സവിശേഷതകൾ എന്താണ്? ഇവിടെ പറയുന്നതായിട്ടുള്ള പുതിയ മനുഷ്യൻ്റെ 8 സവിശേഷതകളെന്ന് പറയുന്നത്, ഒന്ന്, അവൻ വൃതൻ അല്ലെങ്കിൽ വിശുദ്ധനായിരിക്കണം, അവൻ പ്രിയനായിരിക്കണം, മനസ്സലിവുള്ളവനായിരിക്കണം, ദയയുള്ളവനായിരിക്കണം, താഴ്മയുള്ളവനായിരിക്കണം, സൗമ്യതയുള്ളവനായിരിക്കണം, ദീർഘക്ഷമയുള്ളവനായിരിക്കണം. ഇതാണ് ഒരു പുതിയ മനുഷ്യൻ്റെ 8 സ്വഭാവ സവിശേഷതകൾ. ഇനി ഇതിനെ നമ്മൾ ആത്മാവിൻ്റെ ഫലവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണ് എങ്കിൽ, ഇവിടെയും കൊലോസ്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ആദ്യം ഈ ഭൂമിയിലെ അവയവങ്ങളെക്കുറിച്ച് പറയുന്നു. അത് ജഡത്തിൻ്റെ സ്വഭാവമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷമാണ് പുതിയ മനുഷ്യൻ്റെ 8 സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പറയുന്നത്. ഇനി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇതേ കാര്യത്തെ ആദ്യം ജഡത്തിൻ്റെ ഫലമായിട്ട് പറയുന്നു. അതിനുശേഷം ആത്മാവിൻ്റെ ഫലം, പുതിയ മനുഷ്യനിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഫലത്തെക്കുറിച്ചും എടുത്ത് കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആത്മാവിൻ്റെ ഫലം, അതുപോലെ തന്നെ പുതിയ മനുഷ്യൻ്റെ സ്വഭാവം. മറ്റൊന്ന് ഈ ഭൂമിയിലെ അവയവം,
അതുപോലെ തന്നെ ജഡീക സ്വഭാവം അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ജഡത്തിൻ്റെ ഫലം ഈ ഭൂമിയിലെ അവയവങ്ങൾ നമ്മൾ വെടിയണം. ആത്മാവിൻ്റെ സ്വഭാവം, പുതിയ മനുഷ്യൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. പാസ്റ്റർ, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ നിഴലും പൊരുളും ഉണ്ട്. ഈ ജഡീക സ്വഭാവം വിട്ട് ആത്മികരായെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ്, നാം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. എങ്ങനെയാണ് നാം ദിനംതോറും കണ്ടുമുട്ടുന്നതായ ആൾക്കാരെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് നമ്മുടെ പ്രതികരണങ്ങളിലൂടെ സാധ്യമാകുന്നത്? നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം, ഒരാളുടെ സ്വഭാവം കൊണ്ട്, അയാളുടെ വാക്ക് കൊണ്ട്, അയാളുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ദൈവത്തിൻ്റെ പൈതലാണോ അല്ലയോ എന്ന്. കാരണം വാക്കിൽ മാധുര്യമുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നവരും അതുപോലെ തന്നെ പ്രവൃത്തിയിൽ നല്ല പ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ സ്വഭാവത്തിൽ ദൈവികത്വം വിളമ്പുന്നവരുമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ദൈവത്തിൻ്റെ പൈതങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം, അവൻ്റെ വാക്കിൽ മാറ്റമുണ്ടാകണം, അവൻ്റെ പ്രവൃത്തിയിൽ മാറ്റമുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് ആ സഭയ്ക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ കൊലോസ്യർ സഭയ്ക്ക് എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ അവർ ക്രിസ്തുവിലാണ് എന്ന് പറയുകയും പക്ഷേ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ഇതൊന്നും കാണാതിരിക്കണം. അങ്ങനെ അവർ പ്രശ്നക്കാരായിരിക്കുകയും അപ്പോസ്തലനായ പൗലോസ് അവരെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാണ്, നിങ്ങൾ വിശുദ്ധന്മാരാണ് എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. സോ ഇവിടെ അവരെ ശാസിക്കേണ്ട സമയമാണ് എങ്കിലും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ വിശുദ്ധന്മാരെന്നുകൂടെ അവരെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് ആ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അവൻ്റെ സ്വഭാവം, വാക്ക്, പ്രവൃത്തി എന്നിവ മൂന്നിനെ ആശ്രയിച്ചിരിക്കും എന്ന് പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. പാസ്റ്റർ മഹേഷ്, നമ്മൾ മറ്റൊരു വിഷയവുമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ സഭകളിൽ, ക്രിസ്തീയ ആരാധനകളിൽ സംഗീതത്തിന് ദൈവ ആരാധനയുടെ ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ സംഗീതവും ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവവും തമ്മിൽ എങ്ങനെയാണ് അനുരൂപപ്പെട്ടു പോകേണ്ടത്? നാം നമ്മുടെ ആരാധനകളിൽ ഉപയോഗിക്കുന്നതായ സംഗീതം, സംഗീതോപകരണങ്ങൾ, രീതികൾ, ഇവയൊക്കെ എങ്ങനെ ക്രിസ്തീയ ആരാധനയുടെ ഭാഗമായി തീരണം? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇവിടെ ഈ കീർത്തനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് എടുത്ത് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നിന്നയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. ഇവിടെ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിൻ്റെ അനേകം ഭാഗങ്ങൾ പാട്ടുരൂപേണ, ഗദ്യരൂപേണ പദ്യരൂപേണ എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, ഉത്തമഗീതം, ഉത്തമഗീതം, ഇതൊക്കെയും പാട്ടുരൂപേണയാണ് എഴുതിയിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ പാട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ ദൂതന്മാർ പാടി സ്തുതിക്കുന്നതായിട്ടുള്ള ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ, സകലതും സൃഷ്ടിച്ച ദൈവത്തെ മാലാഖമാർ എപ്രകാരം പാടി സ്തുതിക്കുന്നുവോ അപ്രകാരം സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആരാധനകളിൽ പാട്ടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മൾ ആത്മീകമായിട്ട് നമ്മളിൽ ഒരു ഉണർവിൻ്റെ അനുഭവം ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയിലെ വ്യക്തികളോട് പറയുന്നതും അപ്രകാരം തന്നെയാണ്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും സ്വർഗത്തിലെ ദൈവത്തെ, കർത്താവ് യേശുക്രിസ്തുവിനെ സ്തുതിപ്പേൻ. അവിടെ മാലാഖവൃന്ദങ്ങളും പറയുന്നത് കർത്താവ് യേശുക്രിസ്തു അവിടെ നിന്ന് സകലതും സൃഷ്ടിച്ചതുകൊണ്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് മാനവകുലത്തെ വീണ്ടെടുത്തതുകൊണ്ടും സകല സ്തുതിക്കും സ്തോത്രത്തിനും അവിടെ നിന്ന് യോഗ്യനാണ്. ഇതാണ് നമ്മുടെ
ആരാധനാലയങ്ങളിൽ നമ്മൾ ഉയർത്തിക്കേൾപ്പിക്കേണ്ടതായിട്ടുള്ള ഗാനം കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിച്ച് പാടുന്നതായിരിക്കണം നമ്മുടെ ഗാനങ്ങൾ ഓരോന്നും. ഈ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, നാം ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് പാടുന്ന ശബ്ദം ഉയർന്നു നിൽക്കുകയും സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം അതിന് താഴെ നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നാം പലയിടത്തും കാണുന്നത് നേരെ മറിച്ചാണ്. ചില സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഹൃദയസ്തംഭനം ഉണ്ടായിപ്പോവും. അടുത്ത് ആ സ്പീക്കർ ബോക്സിൻ്റെ ഒക്കെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്തതായ തരത്തിലുള്ളതായ സംഗീത വാദ്യ ഘോഷങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ദൈവസന്നിധിയിൽ അടുക്കും ചിട്ടയും ക്രമമായും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായ തരത്തിലും വേണം ചെയ്യാൻ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം എല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇന്ന് പല സംഗീത ഉപകരണ വായനക്കാരും അവർക്ക് മഹത്വം കിട്ടുന്നതായ തരത്തിൽ അവരെ തന്നെ മുൻനിരയിൽ പ്രദർശിപ്പിച്ച് അവരിലേക്ക് ആകർഷണം വരത്തക്ക രീതിയിലാണ് ഈ വാദ്യ ഉപകരണങ്ങളൊക്കെ വായിക്കുന്നത്. ശരിക്കും വേദപുസ്തകം പഠിക്കുന്നവർക്കും ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്കും അത് പാടില്ല. അത് നാം എല്ലാം ഹിതമായും ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് വേണം നാം അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സന്തോഷ്, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ദൈവ മഹത്വത്തിനായി നാം എല്ലാം ചെയ്യണം എന്ന് പറയുന്നു. എങ്ങനെയാണ് നാം ചെയ്യുന്നതിലെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുക, എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ദൈവത്തെ മുൻനിർത്തി കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെയും വളരെ ശുഭമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യം തന്നെയാണ്. കാരണം 3 ദൂതന്മാരുടെ ദൂതിൽ പറയുമ്പോൾ ആദ്യ ദൂതൻ്റെ ദൂത് തന്നെ പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവൻ എന്ത് ചെയ്യണം? മഹത്വം കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് പ്രഥമ സ്ഥാനമായതുകൊണ്ട് ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മുടെ മേലിരിക്കും. ഇത് കൊരിന്ത്യ സഭയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിനെ മഹത്വപ്പെടുത്തി, നിങ്ങൾ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെയും ദൈവത്തിന് മഹത്വം പറയുക. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിലൂടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കും. എപ്പോഴും നമ്മുടെ നിലവുകളിൽ ദൈവത്തെ നനച്ചുകൊള്ളുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നിലവുകളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഓരോ രീതികളിലും നമ്മൾ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലിരിക്കും. ഇത് അപ്പോസ്തലനായ പൗലോസ് ആ സഭയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന്. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് നമ്മോട് എഴുതി അറിയിക്കുന്നത് നാം ചെയ്യുന്നതായ പ്രവൃത്തികളെല്ലാം അത് ദൈവനാമ മഹത്വത്തിനായി തീരേണ്ടതിന് നാം ശ്രമിക്കണം എന്നാണ്. നമുക്ക് പൂർണ്ണത വരിക്കുവാൻ സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിന് നമ്മെ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.